എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SNGO ഫസ്റ്റ് സെമസ്റ്റർ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ എവല്യൂഷൻ ഓഫ് ടൂറിസം. അതായത് ടൂറിസത്തെ പരിണാമത്തെക്കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ എവല്യൂഷൻ ഓഫ് ടൂറിസം, ടൂറിസത്തിന്റെ പരിണാമത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞാൽ എഴുതേണ്ട കാര്യങ്ങളാണ്. ടൂറിസം എന്നത് സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു പ്രധാന പ്രവർത്തനമാണ്. ടൂറിസം എന്നത് സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു പ്രധാന പ്രവർത്തനമാണ്. ടൂറിസം എന്നത് സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു പ്രധാന പ്രവർത്തനമാണ്. കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ജീവിത രീതികൾക്കും അനുസരിച്ച് ടൂറിസം വളർന്നു. കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ജീവിത രീതികൾക്കും അനുസരിച്ച് ടൂറിസം വളർന്നു. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? ടൂറിസം എന്നത് സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ ഒരു പ്രധാന പ്രവർത്തനമാണ്. കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജീവിത രീതികൾക്കും അനുസരിച്ച് ടൂറിസം വളർന്നു. ആദ്യം മതപരമായും വ്യാപാരമായും നടത്തിയ യാത്രകളാണ് പിന്നീട് വിനോദം, വിദ്യാഭ്യാസം, ആരോഗ്യം, പൈതൃക സംരക്ഷണം എന്നിവ ലക്ഷ്യമാക്കി ടൂറിസം വികസിച്ചത്. അപ്പൊ എന്തൊക്കെയാണുള്ളത്? ടൂറിസം എന്നത് സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു പ്രധാന പ്രവർത്തനമാണ്. കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടൂറിസം വളർന്നു. ആദ്യം മതപരമായും വ്യാപാരമായും നടത്തിയ യാത്രകളാണ് പിന്നീട് വിനോദം, വിദ്യാഭ്യാസം, ആരോഗ്യം, പൈതൃക സംരക്ഷണം എന്നീ ലക്ഷ്യമാക്കി ടൂറിസം വികസിച്ചത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ടൂറിസം എന്നത് സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു പ്രധാന പ്രവർത്തനമാണ്. കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടൂറിസം വളർന്നു. ആദ്യം മതപരവും വ്യാപാരവുമായി നടത്തിയിരുന്ന യാത്രകൾ പിന്നീട് വിദ്യാഭ്യാസം, ആരോഗ്യം, പൈതൃക സംരക്ഷണം എന്നിവ ലക്ഷ്യമാക്കി ടൂറിസം വികസിച്ചു. അപ്പൊ ഇപ്പം പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം? ആമുഖം എന്നുള്ള രീതിക്ക് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൂറിസത്തിന്റെ പരിണാമ ഘട്ടങ്ങളാണ്. അപ്പം കുറച്ചധികം പരിണാമ ഘട്ടങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് പരിണാമ ഘട്ടമാണ് പ്രാചീന കാല ടൂറിസം. അപ്പം പരിണാമ ഘട്ടങ്ങൾ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് എഴുതാം പ്രാചീന കാല ടൂറിസം. മതപരമായ തീർത്ഥാടനങ്ങൾ, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവക്കായി യാത്ര നടന്നു. ഇന്ത്യയിൽ കാശി, രാമേശ്വരം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വിദേശത്ത് ഗ്രീസിലേക്കും റോമിലേക്കും ആളുകൾ യാത്ര ചെയ്തു. അപ്പോൾ പ്രാചീന കാലം, അതായത് ടൂറിസത്തിന്റെ പരിണാമഘട്ടങ്ങൾ എന്ന് എഴുതി കൊടുത്തതിന് ശേഷം പ്രാചീന കാല ടൂറിസം എന്ന് എഴുതാം. എന്നിട്ട് എന്താ എഴുതേണ്ടത്? മതപരമായ തീർത്ഥാടനങ്ങൾ, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി യാത്രകൾ നടന്നു. ഇന്ത്യയിൽ കാശി, രാമേശ്വരം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വിദേശത്ത് ഗ്രീസിലേക്കും റോമിലേക്കും ആളുകൾ യാത്ര ചെയ്തു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആമുഖം എന്നുള്ള രീതിയിൽ എന്താണ് എഴുതേണ്ടത്? ടൂറിസം എന്നത് സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു പ്രധാന പ്രവർത്തനമാണ്. കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ജീവിത രീതിക്കും അനുസരിച്ച് ടൂറിസം വളർന്നു. ആദ്യം മതപരമായും വ്യാപാരമായും നടത്തിയ യാത്രകളാണ് പിന്നീട് വിനോദം, വിദ്യാഭ്യാസം, ആരോഗ്യം, പൈതൃക സംരക്ഷണം എന്നിവ ലക്ഷ്യമായി ടൂറിസം വികസിച്ചത്. എന്നിട്ട് നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കാം ടൂറിസത്തിന്റെ പരിണാമഘട്ടങ്ങൾ. എന്നിട്ട് ഒരു സബ് ഹെഡിങ് കൊടുക്കാം പ്രാചീന കാല ടൂറിസം. മതപരമായ തീർത്ഥാടനങ്ങൾ, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി യാത്രകൾ നടന്നു. ഇന്ത്യയിൽ കാശി, രാമേശ്വരം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വിദേശത്ത് ഗ്രീസിലേക്കും റോമിലേക്കും ആളുകൾ യാത്ര ചെയ്തു.
അപ്പൊ ഇതാണ് പ്രാചീനകാല ടൂറിസം. എന്താണ്? മതപരമായ തീർത്ഥാടനങ്ങൾ, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവക്കായി യാത്രകൾ നടന്നു. മതപരമായ തീർത്ഥാടനങ്ങൾ, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവക്കായി യാത്രകൾ നടന്നു. ഇന്ത്യയിൽ കാശി, രാമേശ്വരം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വിദേശത്ത് ഗ്രീസിലേക്കും റോമിലേക്കും ആളുകൾ യാത്ര ചെയ്തു. ഇതാണ് പ്രാചീനകാല ടൂറിസം. ഇനി രണ്ടാമത്തെ പരിണാമഘട്ടമാണ് റോമൻ കാലഘട്ടം. റോമൻ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നടന്നത്? റോമക്കാർ മികച്ച റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിച്ചു. വിനോദത്തിനും വിശ്രമത്തിനുമായി യാത്ര ചെയ്യാനുള്ള സംസ്കാരം വളർന്നു. അപ്പൊ എന്താണ്? റോമക്കാർ മികച്ച റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിച്ചു. മികച്ച റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിച്ചു. വിനോദത്തിനും വിശ്രമത്തിനുമായി യാത്ര ചെയ്യാനുള്ള സംസ്കാരം വളർന്നു. അപ്പോൾ റോമാക്കാർ മികച്ച റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിച്ചു. റോമാക്കാർ മികച്ച റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിച്ചു. വിനോദത്തിനും വിശ്രമത്തിനുമായി യാത്ര ചെയ്യാനുള്ള സംസ്കാരം വളർന്നു. ഓക്കെ, അപ്പം ഇതാണ് റോമൻ കാലഘട്ടത്തിൽ നടന്നത്. അതായത് എന്തൊക്കെയാണ്? റോമാക്കാർ മികച്ച റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിച്ചു. പിന്നെന്താണ്? വിനോദത്തിനും വിശ്രമത്തിനുമായി യാത്ര ചെയ്യാനുള്ള സംസ്കാരം വളർന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പറയണത്. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാണ്. ടൂറിസം എന്നത് സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ ഒരു പ്രധാന പ്രവർത്തനമാണ്. കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ജീവിത രീതിക്കും അനുസരിച്ച് ടൂറിസം വളർന്നു. ആദ്യം മതപരമായും വ്യാപാരമായും നടത്തിയ യാത്രകളാണ് പിന്നീട് വിനോദം, വിദ്യാഭ്യാസം, ആരോഗ്യം, പൈതൃക സംരക്ഷണം എന്നിവ ലക്ഷ്യമാക്കി ടൂറിസം വികസിച്ചത്. അടുത്തത് ടൂറിസത്തിന്റെ പരിണാമഘട്ടങ്ങൾ എന്ന് എഴുതണം. പ്രാചീനകാല ടൂറിസം. പ്രാചീനകാല ടൂറിസത്തിൽ എന്തൊക്കെയാണ് നടന്നത്? മതപരമായ തീർത്ഥാടനങ്ങൾ, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി യാത്രകൾ നടന്നു. ഇന്ത്യയിൽ കാശി, രാമേശ്വരം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും വിദേശത്ത് ഗ്രീസിലേക്കും റോമിലേക്കും ആളുകൾ യാത്ര ചെയ്തു. അടുത്തതാണ് റോമൻ കാലഘട്ടം. റോമൻ കാലഘട്ടത്തിലാണ് റോമക്കാർ മികച്ച റോഡുകൾ, യാത്രാ സൗകര്യങ്ങൾ വികസിപ്പിച്ചു. കൂടാതെ വിനോദത്തിനും വിശ്രമത്തിനുമായി യാത്ര ചെയ്യാനുള്ള സംസ്കാരം വളർന്നു. അടുത്തതാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ തീർത്ഥാടന യാത്രകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. വ്യാപാരികൾക്കും പണ്ഡിതന്മാർക്കും വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. അപ്പം എന്താണ്? തീർത്ഥാടന യാത്രകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. വ്യാപാരികളും പണ്ഡിതന്മാരും വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. അപ്പൊ മധ്യകാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? തീർത്ഥാടന യാത്രകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. വ്യാപാരികളും പണ്ഡിതന്മാരും വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഓക്കെ, അപ്പം മധ്യകാലഘട്ടത്തിൽ തീർത്ഥാടന യാത്രകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. വ്യാപാരികളും പണ്ഡിതന്മാരും വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. നാലാമത്തെ പരിണാമഘട്ടമാണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ സമ്പന്ന കുടുംബങ്ങളിലെ യുവാക്കൾ വിദ്യാഭ്യാസത്തിനും സംസ്കാര പഠനത്തിനുമായി ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇതിനെ ഗ്രാൻഡ് ടൂർ എന്ന് വിളിച്ചു. അപ്പം എന്താണ്? 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ സമ്പന്ന കുടുംബങ്ങളിലെ യുവാക്കൾ വിദ്യാഭ്യാസത്തിനും സംസ്കാര പഠനത്തിനുമായി ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇതിനെയാണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ സമ്പന്ന കുടുംബങ്ങളിലെ യുവാക്കൾ വിദ്യാഭ്യാസത്തിനും സംസ്കാര പഠനത്തിനുമായി ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇതിനെയാണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ഗ്രാൻഡ് ടൂർ എന്താണെന്നൊക്കെ വേണമെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ എന്താണ്? 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ സമ്പന്ന കുടുംബങ്ങളിലെ യുവാക്കൾ വിദ്യാഭ്യാസത്തിനും സംസ്കാര പഠനത്തിനുമായി ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇതിനെയാണ് ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്നത്.
ഗ്രാൻഡ് ടൂർ കഴിഞ്ഞാൽ അടുത്ത പരിണാമഘട്ടമാണ് വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് നടന്നത്? റെയിൽവേ, സ്റ്റീംഷിപ്പ് തുടങ്ങിയ ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. യാത്രാ ചെലവ് കുറഞ്ഞതോടെ സാധാരണ ജനങ്ങൾക്കും യാത്ര ചെയ്യാൻ സാധിച്ചു. ശമ്പളത്തോടു കൂടിയ അവധിയും ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പൊ എന്തൊക്കെയാണ്? റെയിൽവേ, സ്റ്റീംഷിപ്പ് തുടങ്ങിയ ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. യാത്രാ ചെലവ് കുറഞ്ഞതോടെ സാധാരണ ജനങ്ങൾക്കും യാത്ര ചെയ്യാൻ സാധിച്ചു. ശമ്പളത്തോടു കൂടിയ അവധിയും ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പൊ എന്തൊക്കെയാണ് ഇതിലുള്ളത്? റെയിൽവേ, സ്റ്റീംഷിപ്പ് തുടങ്ങിയ ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. യാത്രാ ചെലവ് കുറഞ്ഞതോടെ സാധാരണ ജനങ്ങൾക്കും യാത്ര ചെയ്യാൻ സാധിച്ചു. ശമ്പളത്തോടു കൂടിയ അവധിയും ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായി. അടുത്തതാണ് തോമസ് കുക്ക് എന്ന് പറയുന്നത്. അടുത്ത പരിണാമഘട്ടമാണ്. സംഘടിത ടൂറിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. അപ്പൊ സംഘടിത ടൂറിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് തോമസ് കുക്കാണ്. 1841 ആദ്യ പാക്കേജ് ടൂർ സംഘടിപ്പിച്ചു. 1841 ആദ്യ പാക്കേജ് ടൂർ സംഘടിപ്പിച്ചു. യാത്ര, താമസം, ഭക്ഷണം എന്നിവ ഉൾപ്പെടുന്ന പാക്കേജ് ടൂർ സംവിധാനം ആരംഭിച്ചു. യാത്ര, താമസം, ഭക്ഷണം എന്നിവ ഉൾപ്പെടുന്ന പാക്കേജ് ടൂർ സംവിധാനം ആരംഭിച്ചു. അപ്പൊ എന്തൊക്കെയാണ്? സംഘടിത ടൂറിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു തോമസ് കുക്ക്. 1841 ആദ്യ പാക്കേജ് ടൂർ സംഘടിപ്പിച്ചു. യാത്ര, താമസം, ഭക്ഷണം എന്നിവ ഉൾപ്പെടുന്ന പാക്കേജ് ടൂർ സംവിധാനം ആരംഭിച്ചു. യാത്ര, താമസം, ഭക്ഷണം എന്നിവ ഉൾപ്പെടുന്ന പാക്കേജ് ടൂർ സംവിധാനം ആരംഭിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് തോമസ് കുക്കിന്റെ ഉള്ളത്. എന്തൊക്കെയാണ്? സംഘടിത ടൂറിസത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു. 1841 ആദ്യ പാക്കേജ് ടൂർ സംഘടിപ്പിച്ചു. യാത്ര, താമസം, ഭക്ഷണം എന്നിവ ഉൾപ്പെടുന്ന പാക്കേജ് ടൂർ സംവിധാനം ആരംഭിച്ചു. ഇനി ഏറ്റവും അവസാന പരിണാമഘട്ടമാണ് ആധുനിക ടൂറിസം എന്ന് പറയുന്നത്. വിമാനയാത്രയുടെ വളർച്ച, ഇന്റർനെറ്റ്, ഓൺലൈൻ ബുക്കിംഗ് എന്നിവ ടൂറിസത്തെ ലോകവ്യാപകമാക്കി. ഇനി അടുത്തതാണ് ആധുനിക ടൂറിസം എന്ന് പറയുന്നത്. ആധുനിക ടൂറിസത്തിൽ എന്തൊക്കെയാണ് നടന്നത് വെച്ചാൽ വിമാനയാത്രയുടെ വളർച്ച, ഇന്റർനെറ്റ്, ഓൺലൈൻ ബുക്കിംഗ് എന്നിവ ടൂറിസത്തെ ലോകവ്യാപകമാക്കി. അപ്പം വിമാനയാത്രയുടെ വളർച്ച, ഇന്റർനെറ്റ്, ഓൺലൈൻ ബുക്കിംഗ് എന്നിവ ടൂറിസത്തെ ലോകവ്യാപകമാക്കി. ഹെറിറ്റേജ് ടൂറിസം, മെഡിക്കൽ ടൂറിസം, ഇക്കോ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, ഗ്രാമീണ ടൂറിസം തുടങ്ങിയ പുതിയ മേഖലകൾ രൂപപ്പെട്ടു. 2000 ശേഷം വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ടൂറിസത്തിന് വലിയ മുന്നേറ്റം നൽകി. അപ്പൊ എന്തൊക്കെയാണ് ആധുനിക ടൂറിസത്തിലുള്ളത്? വിമാനയാത്രയുടെ വളർച്ച, ഇന്റർനെറ്റ്, ഓൺലൈൻ ബുക്കിംഗ് എന്നിവ ടൂറിസത്തെ ലോകവ്യാപകമാക്കി. ഹെറിറ്റേജ് ടൂറിസം, മെഡിക്കൽ ടൂറിസം, ഇക്കോ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, ഗ്രാമീണ ടൂറിസം തുടങ്ങിയ പുതിയ മേഖലകൾ രൂപപ്പെട്ടു. 2000 ശേഷം വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ടൂറിസത്തിന് വലിയ മുന്നേറ്റം നൽകി. അപ്പൊ ഏതൊക്കെയാണ്? വിമാനയാത്രയുടെ വളർച്ച, ഇന്റർനെറ്റ്, ഓൺലൈൻ ബുക്കിംഗ് എന്നിവ ടൂറിസത്തെ ലോകവ്യാപകമാക്കി. ഹെറിറ്റേജ് ടൂറിസം, മെഡിക്കൽ ടൂറിസം, എക്കോ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, ഗ്രാമീണ ടൂറിസം തുടങ്ങിയ പുതിയ മേഖലകൾ രൂപപ്പെട്ടു. 2000 ശേഷം വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ടൂറിസത്തിന് വലിയ മുന്നേറ്റം നൽകി. ഇതാണ് ആധുനിക ടൂറിസം. ലാസ്റ്റ് ഇനി നിങ്ങൾ ടൂറിസത്തിന്റെ പ്രാധാന്യം എന്താ എന്നും കൂടെ എഴുതിയതിനു ശേഷം ഈ എസ്സേ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ടൂറിസത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? വിദേശ നാണ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നു, രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഐക്യവും വളർത്തുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. അപ്പൊ എന്തൊക്കെയാണ് ടൂറിസത്തിന്റെ പ്രാധാന്യങ്ങൾ? വിദേശ നാണ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നു, രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഐക്യവും വളർത്തുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. അപ്പൊ എന്തൊക്കെയാണ്? വിദേശ നാണ്യ വരുമാനം വർദ്ധിക്കുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നു, രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഐക്യവും വളർത്തുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. അപ്പൊ ഇത്രയുമാണ് ഈ എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ ഓഫ് ടൂറിസം എന്ന് ചോദിച്ചിട്ട് ഒരു എസ്സേ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു എസ്സേ ഉണ്ടാക്കുക.
ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു എസ്സേക്ക് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത്. അപ്പം ഏതൊക്കെയാണ് പരിണാമഘട്ടങ്ങൾ ഒന്നും കൂടെ ഞാൻ പറയാം. പ്രാചീനകാല ടൂറിസം ഉണ്ട്, റോമൻ കാലഘട്ടം ഉണ്ട്, മധ്യ കാലഘട്ടമുണ്ട്, ഗ്രാൻഡ് ടൂർ ഉണ്ട്, വ്യവസായ വിപ്ലവം, തോമസ് കുക്ക്, ആധുനിക ടൂറിസം, പിന്നെ ടൂറിസത്തിന്റെ പ്രാധാന്യം. ഇത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ ഫസ്റ്റ് ആമുഖം പോലെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളും കൂടെ എഴുതി വെച്ചാൽ ഈ ഒരു എസ്സേ ഫുള്ളാവും. അപ്പം ഇങ്ങനെയാണ് ഒരു എസ്സേ എഴുതേണ്ടത്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി വേറൊരു എസ്സേ ആയിട്ട് വരാം. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ. പിന്നെ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പം താങ്ക് യു.